അങ്ങനെ ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ഈ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 2021 ഇവാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത്. അവിടെ നിങ്ങോട്ട് 3 വർഷത്തോളം ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിരുന്നു. ആദ്യ സീസണിൽ തന്നെ ഇവാന് ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചു. പക്ഷേ ആ ഒരു സീസണിലും ഹൈദരാബാദ് എഫ്സിയോട് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പരാജയപ്പെടുമായിരുന്നല്ലോ. അടുത്ത 2 വർഷത്തിലും ബ്ലാസ്റ്റേഴ്സിന് 6ാം സ്ഥാനത്ത് മാത്രമേ ഫിനിഷ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇതാണ് ISLലെ അവസ്ഥയെങ്കിൽ മറ്റ് ടൂർണമെന്റുകളായ ഡ്യൂറന്റ് കപ്പിലും സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സിന് കാര്യമായി ഒന്നും നേടാൻ സാധിച്ചില്ല. 3 വർഷമായിട്ടും ഒരു ട്രോഫി പോലും നേടാൻ സാധിക്കാത്തതുകൊണ്ടാകും മാനേജ്മെന്റ് ഈ ഒരു തീരുമാനം എടുത്തത്. ഞാൻ ഈ തീരുമാനത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഒരു ക്ലബ്ബും ഒരു കോച്ചിനും 3 വർഷത്തിൽ കൂടുതൽ സമയം കൊടുക്കില്ല ഒരു ട്രോഫി നേടാൻ. അതിനൊരു എക്സാമ്പിളായിട്ട് മോഹൻ ബഗാന്റെ മാനേജ്മെന്റിനെ നോക്ക്. കഴിഞ്ഞ സീസണിൽ 3-4 മത്സരം വിജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ അന്നത്തെ കോച്ചായ ഹബാസിനെ സാക്ക് ചെയ്തു. എന്നിട്ട് അവർ യുവാൻ ഫെറോണ്ടോയെ സൈൻ ചെയ്തു. ആ ഒരു സീസണിൽ തന്നെ അവർ ട്രോഫി നേടി, ISL ചാമ്പ്യൻസ് ആയി. എന്നാൽ അടുത്ത സീസണിലേക്ക് വന്നപ്പോൾ ഇതേ കാര്യം യുവാൻ ഫെറോണ്ടോയ്ക്ക് സംഭവിച്ചു. 3-4 മത്സരം യുവാൻ ഫെറോണ്ടോയ്ക്ക് വിജയിക്കാൻ പറ്റാതെ വന്നപ്പോൾ പുള്ളിയെ സാക്ക് ചെയ്ത് ഹബാസിനെ കൊണ്ടുവന്നു, അതായത് ഈ സീസണിൽ. അതിനുശേഷം എന്താ ഉണ്ടായത്? ഈ സീസണിൽ അവർ ISL ടൈറ്റിൽ നേടി. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു തീരുമാനത്തോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനും ഈ ഒരു തീരുമാനം യോജിക്കാൻ കഴിയില്ല. അതിന് അവർക്ക് കുറെ റീസൺസ് ഉണ്ട്. മെയിൻ റീസൺ ആണ് ഇഞ്ചുറി. ശരിയാണ്, നമ്മൾക്ക് ഈ സീസണിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് 3 സീസൺ മുഴുവനും ഇഞ്ചുറി അല്ലായിരുന്നല്ലോ. ഈ ഒരു സീസണിലെ സെക്കൻഡ് ഫേസിൽ മാത്രമാണ് നമുക്ക് ഇഞ്ചുറി സംഭവിച്ചത്. എന്നാൽ കഴിഞ്ഞ വല്ലോ അതിന് മുമ്പത്തെ വല്ലപ്പോൾ പല ടൂർണമെന്റിൽ പോയിട്ട് നമുക്ക് ഒരു ട്രോഫി പോലും നേടാൻ സാധിച്ചില്ല. നമ്മുടെ ഫാൻസിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ഇമോഷൻ മാറ്റി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഇമോഷനും പിടിച്ചോണ്ടിരുന്ന കപ്പ് കിട്ടില്ല. ഇവാൻ ആസ് എ പേഴ്സൺ ഭയങ്കര അടിപൊളിയാണ്. ശരിയാണ്, നമ്മുടെ ആരാധകരുടെ ഭയങ്കര കണക്കിലായിട്ടുള്ള ഒരു കോച്ചാണ് ഇവാൻ. പുള്ളിയുടെ ക്യാരക്ടറായാലും എല്ലാം അടിപൊളിയാണ്. പക്ഷെ നമ്മൾ മാനേജർ എന്ന് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒരു 3 വർഷം കൊണ്ട് ഒരു ട്രോഫി പോലും കോച്ചിന് നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുന്നത്, ഇനി വരാൻ പോകുന്ന ഒരു കോച്ച്, അതായത് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്ന കോച്ച് ഇവാനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കോച്ചായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു മിഡ് ടേബിൾ ടീമാണ്. ഇവിടുന്ന് ഒരു ടോപ്പ് ടീം അല്ലെങ്കിൽ ഒരു പോയിന്റ് ടേബിൾ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഒരു ടീം ആകണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോച്ചിന് നമ്മൾ സൈൻ ചെയ്യണം. നല്ലൊരു കോച്ചിനെ മാനേജ്മെന്റ് സൈൻ ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാം. ഇവാന്റെ പുറത്തുപോക്കലിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ഇടുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.